നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാവുകയാണ്. NTA ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നറിയുന്നു. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, എത്ര വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് എന്ന് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഈ നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്? ഇപ്പോൾ 7 മണിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാധ്യമങ്ങളെ കാണും എന്ന അറിയിപ്പാണ് നമുക്ക് ലഭിച്ചത്. 7 മണി കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം ശ്രീനഗറിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ പ്രസംഗം കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ ഉടൻ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണും. ഇപ്പോൾ അതിഗുരുതരമായ ആരോപണങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTA-ക്കുമെതിരെ ഒക്കെ ഉയരുകയാണ്. ഈ പരീക്ഷാ നടത്തിപ്പിൽ NTA-ക്കും കേന്ദ്ര സർക്കാരിനും വലിയ വീഴ്ച സംഭവിച്ചുവെന്ന ആരോപണം ഉയരുന്നു. ഈ ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയങ്ങളെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നീറ്റ് പരീക്ഷ റദ്ദാക്കാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് NTA-യിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാനുള്ള സാധ്യതയും ആ നടപടി മന്ത്രി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് രാജ്യത്ത് ജനങ്ങളോട് പറഞ്ഞ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കാരണം SFI-യും NSU-യും ഒന്നും മാത്രമല്ല, ABVP തന്നെ പ്രതിഷേധവുമായി ഇന്ന് തെരുവിലിറങ്ങുന്നത് കണ്ടു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഈ സർക്കാർ കഴിഞ്ഞ 7 വർഷമായി നടത്തിയിട്ടുള്ള ഇടപെടൽ, ആ 7 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള ഏതാണ്ട് 700ഓളം ചോദ്യപേപ്പർ ചോർച്ചകൾ, 2 കോടി വിദ്യാർത്ഥികളെ അത് ബാധിച്ച ഒരു വഴി, ഇത് തടയാനാവാത്ത വിധം മോശപ്പെട്ട ഒരു സർക്കാരാണിത് എന്നുള്ള ആക്ഷേപങ്ങളെല്ലാം ചൊരിഞ്ഞത്. രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രയോഗമുണ്ട്. അതായത് ഗാസയിലും യുക്രൈനിലും യുദ്ധം അവസാനിപ്പിച്ച മോദി, എന്തേ മോദിക്ക് ഇവിടെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപം, പരിഹാസമെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇങ്ങനെ വലിയ പ്രതിഷേധം രാജ്യത്താകമാനം ഉയരുന്ന ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനമാണ്. അല്പസമയത്തിനകം ആരംഭിക്കും.